ജീവിതം ഇന്നു മുതൽ അനുനിമിഷം ആനന്ദമയമാക്കൂ. ഇന്നു മുതൽ മനസ്സിലിനി ശാന്തി എന്നയക്കും. നേരമായി മാറിയിടുവാൻ സമയമായി ചെയ്തു തീർക്കുവാൻ ദൈനംദിന ജീവിതമിനി ആനന്ദകരമാകൂ. ആനന്ദിക്ക് ഓരോ ദിവസവും ജീവിതത്തിലേക്ക് സ്വാഗതം. ഞാൻ 10 കാര്യങ്ങളിലൂടെ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അവ എല്ലാറ്റിനെ കുറിച്ചും പ്രസംഗിക്കില്ല, ഏതാനും കാര്യങ്ങൾ മാത്രം പറയാം. താഴ്മയുടെ 10 ഗുണാതിശയങ്ങൾ. 1. താഴ്മയുള്ള വ്യക്തി ആവശ്യമുള്ളപ്പോൾ സഹായം ആവശ്യപ്പെടും. അഹംഭാവി എല്ലാം സ്വയം ചെയ്യാൻ ആഗ്രഹിക്കും, എല്ലാം തൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യും. അഹംഭാവി അസ്വസ്ഥതകളിൽ നിന്ന് മറ്റുള്ളവർ തന്നെ സഹായിക്കാൻ അനുവദിക്കില്ല, എല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യണമെന്ന് ആഗ്രഹിക്കും. അവരുടെ ഇഷ്ടപ്രകാരം ഒന്നും നടന്നില്ലെങ്കിൽ, തങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റുള്ളവരെ അവരത് അറിയിക്കുന്നു. അഹങ്കാരി മറ്റുള്ളവരുടെ സൃഷ്ടികൾ തൻ്റേതിനേക്കാൾ പ്രത്യേകതയുള്ളവയാണെന്ന് അംഗീകരിച്ചു കൊടുക്കാനോ അവരെ അനുമോദിക്കാനോ ഒരിക്കലും തയ്യാറാവുന്നില്ല. എനിക്കിത് ജീവിതത്തിൽ പഠിക്കേണ്ടി വന്നു. കാരണം ഞാനൊരു സത്യം പറയട്ടെ, ഇതുപോലൊരു മനോഗതിയായിരുന്നു എനിക്ക്. ഞാനാണ് ബോസ്, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ഇത് നമുക്ക് സാധിച്ചേക്കാം, പക്ഷെ ആർക്കും അതുപോലെയുള്ള ഒരാളോടൊത്ത് പ്രവർത്തിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. ചില സ്വാതന്ത്ര്യവും വിമോചനവും ഉണ്ടാവണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. ഒരു വ്യക്തി ഒരു സ്ഥലത്ത് എത്തുകയാണെങ്കിൽ അവരെങ്ങനെ എത്തി എന്നതല്ല നാം കാണേണ്ടത്. ആമേൻ. ഞാൻ ഇസ്തിരി ഇടുമ്പോൾ അടുത്ത് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാറുള്ള ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. എല്ലാവരും എല്ലാം അവളുടെ ഇഷ്ടപ്രകാരം ചെയ്യണമെന്നുള്ള പിടിവാശിയുള്ള സ്വഭാവമായിരുന്നു അവളുടേത്. അവൾ ചോദിച്ചു, നീ എന്തിനാ ഷർട്ട് ഇങ്ങനെ ഇസ്തിരി ഇടുന്നത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചോദിച്ചാൽ എന്താണ് അർത്ഥം? ഞാൻ എപ്പോഴും കോളറിൽ നിന്നും അവൾ അടിയിൽ നിന്നുമാണ് തുടങ്ങാറ്. ഞാനും കോളറിൽ നിന്നല്ലാതെ അടിയിൽ നിന്ന് ഇസ്തിരി ഇടാൻ തുടങ്ങണം എന്നവൾക്ക് തോന്നി. ആരാണിപ്പോൾ സമ്മാനം തരാൻ പോകുന്നത്? ഷർട്ട് ധരിക്കുമ്പോൾ അതിന് ചുളിവുകളില്ലാതിരുന്നാൽ മാത്രം പോരെ? നാം പലപ്പോഴും അങ്ങനെ പെരുമാറാറുണ്ട്. നാം മറ്റുള്ളവരെ നോക്കി വിമർശിക്കും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കും. ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഞാൻ വ്യത്യസ്തമായതുകൊണ്ടാവാം. ആമേൻ. നിങ്ങൾക്കെങ്ങനെ അത് ഇഷ്ടപ്പെട്ടു? കാരണം ഞാൻ തനിപ്പെട്ടവളാണ്. നിങ്ങളെക്കാൾ വ്യത്യസ്തമായിരിക്കും എൻ്റെ ആഗ്രഹങ്ങൾ. ആമേൻ. ഓ, നിങ്ങളുടെ പെരുമാറ്റത്തെക്കാൾ ഇത് മികച്ചതാണ്. നിങ്ങൾക്കറിയാമോ, ശൗൽ ഗോലിയാത്തിനോട് പോരാടാൻ ദാവീദിന് അനുവാദം കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ പടച്ചട്ട അണിയിക്കുകയുണ്ടായി. നാം പലപ്പോഴും അങ്ങനെയാണ്. ഒടുവിൽ നാം ആരെങ്കിലും നമ്മെ സഹായിക്കാൻ അനുവദിക്കും. സഹായിക്കാം, പക്ഷെ ഞാൻ പറയുന്നത് പോലെ ആയിരിക്കണം. മക്കളെ നിങ്ങളെപ്പോലെയാക്കാൻ പരിശ്രമിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവരിഷ്ടപ്പെടാൻ നിർബന്ധിക്കരുത്. നിങ്ങളുടെ പൂർത്തിയാക്കപ്പെടാത്ത സ്വപ്നങ്ങളും ദർശനങ്ങളും മക്കളെ കൊണ്ട് നിറവേറ്റാൻ പരിശ്രമിക്കരുത്. നിങ്ങൾക്ക് സ്പോർട്സ് ഭ്രാന്ത് ഉണ്ടായിരിക്കാം. മകൻ ഒരു ബാലെ നർത്തകനാവണമെങ്കിൽ അതിനനുവദിക്കൂ. മറ്റുള്ളവരെ തങ്ങളെപ്പോലെ ആക്കണം എന്നുള്ള പിടിവാശി കൊണ്ട് എത്ര പേരുടെ ജീവിതങ്ങളാണ് കുഴപ്പത്തിലായിരിക്കുന്നത് എന്നറിയാമോ? അവർ പലപ്പോഴും തങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഒരുങ്ങുന്നില്ല. ഇത് വെറും സ്വാർത്ഥതയാണ്. നിങ്ങളിത് ചെയ്യുമെന്ന് ഞാൻ കരുതി, നിങ്ങളിത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചു. നിങ്ങളുടെ ജീവിതം കുട്ടികളിലൂടെ വീണ്ടും ജീവിക്കാൻ നോക്കരുത്. അവർ സ്വതന്ത്രരായിരിക്കട്ടെ. തെറ്റുകൾ ചെയ്ത് പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, പകരം അവർ ആരാവണമെന്ന് ആഗ്രഹിക്കുന്നു അതാവാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുക. അവരുടെ ഇഷ്ടം നിറവേറാൻ അനുഗ്രഹിക്കുക. വേദപുസ്തകം പറയുന്നു, മക്കളെ അവരവരുടെ വരങ്ങൾക്കും വ്യക്തിത്വത്തിനും അനുസരിച്ച് പരിശീലിപ്പിക്കേണ്ടതാണ് എന്ന്. മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് ദൈവം നമ്മുടെ കുട്ടികൾക്ക് നൽകിയിരിക്കുന്നത് കണ്ടുപിടിച്ച് ദൈവം അവരിൽ നിക്ഷേപിച്ചത് ദൈവത്തോടൊത്ത് വളർത്തിയെടുക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. അവർ നാം ആഗ്രഹിക്കുന്ന പോലെ അല്ലെന്ന് കരുതി അവരോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ആമേൻ. ഓ പോട്ടെ, സാരമില്ല. ചില കാര്യങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ജീവിതം കുറെ കൂടി എളുപ്പമാക്കാം എന്നറിയാമോ? അനാവശ്യമായി ആവശ്യപ്പെടാതെ ആശ്വസിക്കാൻ പഠിക്കുക. അത് അവസാനം വരെ ഉണ്ടാവുമോ എന്ന് നോക്കാം. 2. താഴ്മയുള്ള സ്ത്രീ പുരുഷന്മാർ പ്രശംസ അർഹിക്കുന്നവരെ പ്രശംസിക്കും.
അവരിലൂടെ എന്തെങ്കിലും നല്ല പ്രവൃത്തികൾ സാധ്യമായാൽ ഉടനെ അവർ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കും. മറ്റുള്ളവർ അവരെ എന്തിനെങ്കിലും സഹായിച്ചാൽ എപ്പോഴും അവർക്ക് നന്ദി പറയാൻ ഒരിക്കലും മറക്കില്ല, അതിന് താമസിക്കുകയുമില്ല. അഹങ്കാരികൾ തങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സാധ്യമാക്കാനായി മറ്റുള്ളവരെ ഉപയോഗിക്കും. എന്നിട്ട് തങ്ങൾക്ക് സാധ്യമായത് മറ്റൊരാളുടെ സഹായം കൊണ്ടാണെന്ന് ആരും അറിയാതിരിക്കണമെന്നും ആഗ്രഹിക്കും. താഴ്മയുള്ളവർ വേഗം ക്ഷമിക്കും, ദേഷ്യം കാണിക്കില്ല, ദൈവം ന്യായം നടത്തും എന്നവർ സന്തോഷത്തോടെ കാത്തിരിക്കും. ഞാൻ വീണ്ടും പറയാം, താഴ്മയുള്ളവർ വേഗം ക്ഷമിക്കും, ദേഷ്യപ്പെടാൻ വൈകും. ജീവിതത്തിൽ സ്വന്തം ഇഷ്ടം നടന്നില്ലെന്ന് കരുതി അവർ ഒരിക്കലും വിഷമിക്കില്ല. ദൈവം ന്യായം വിധിക്കട്ടെ എന്ന് കാത്തിരിക്കും. താഴ്മയുള്ള വ്യക്തി മറ്റുള്ളവരുടെ ബലഹീനതകളെ ക്ഷമയോടെ സഹിക്കും. കാരണം ദൈവകൃപയാണ് എല്ലാറ്റിനും പരിഹാരം എന്നവർക്കറിയാം. ഗലാത്യർ 6 എടുക്കൂ. എല്ലാറ്റിനും ഉപരി ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ അവരോട് ദയ കാണിക്കണം എന്നാണ്. അവരോട് എല്ലാവരും ദയ കാണിക്കണം. അവരിപ്പോഴുള്ളതുപോലെ എല്ലാവരും സ്വീകരിച്ചു കൊള്ളണം. പലരും എഴുന്നേറ്റ് അന്നത്തെ ദിവസം തങ്ങളാലാവുന്ന എല്ലാ നന്മകളും ചെയ്യും. അതറിയാമോ? പലരും എഴുന്നേറ്റ് അന്നത്തെ ദിവസം തങ്ങളാലാവുന്ന എല്ലാ നന്മകളും ചെയ്യും. തമ്മിൽ തമ്മിൽ സമ്മർദ്ദം ചെലുത്തുന്നത് നാം മതിയാക്കണം. മറ്റുള്ളവർക്ക് നാം അല്പം സ്ഥലം നൽകേണ്ടതാണ്. ആമേൻ. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ, ഇത് നമ്മളാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം, നാം ഉടനെ ചിന്തിക്കും ഇതെനിക്ക് വേണ്ടിയുള്ളതാണ്. ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ള സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുവിൻ. ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളേണ്ടതാകുന്നു. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. തമ്മിൽ തമ്മിൽ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. ഇത് സ്നേഹത്തിന്റെ നിയമമാണ്. താൻ അല്പനായിരിക്കെ താൻ മഹാനാകുന്നു എന്നൊരുത്തൻ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഓരോരുത്തൻ താൻ്റെ പ്രവൃത്തിയെ ശോധന ചെയ്യട്ടെ, അവൻ തന്നെത്താൻ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുകയാണെന്ന് മനസ്സിലാക്കൂ. ആമേൻ. താഴ്മയുള്ളവർ സമാധാനകാംക്ഷികളത്രേ. അവർ സമാധാനം ഉണ്ടാക്കുകയും നിലനിർത്തുകയും ചെയ്യും. സമാധാനം പാലിക്കാനായി ഒരു പടി മുന്നോട്ടേക്ക് പോവും. ഇത് വിശ്വസിക്കൂ, നിങ്ങൾക്ക് സമാധാനത്തിൽ നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഹങ്കാരത്തെ അടക്കി വെക്കേണ്ട ഒരു സമയം തീർച്ചയായും ഉണ്ടാവും. നിങ്ങൾ വായ മൂടി വെച്ച് പറയണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാതിരിക്കേണ്ട സന്ദർഭങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ പറയേണ്ട സമയങ്ങളും ഉണ്ടായിരിക്കും, ദൈവമേ, ഞാൻ നേരസ്ഥനാണെങ്കിൽ എൻ്റെ നേരസ്ഥത ഞാൻ തെളിയിക്കേണ്ടതാണ്. എങ്കിലും ഇത് ഞാൻ അങ്ങേ ഏൽപ്പിക്കുന്നു. മിണ്ടാതിരിക്കാനുള്ള കൃപ അങ്ങ് എനിക്ക് നൽകണമേ. ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ, എൻ്റെ വായ മൂടാൻ സഹായിക്കണമേ. നമ്മൾ അഹങ്കാരത്തോടു കൂടിയ പല സ്റ്റേറ്റ്മെന്റുകളും ഉദ്ധരിക്കാറുണ്ട്. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു, അങ്ങനെ ചെയ്യുമായിരുന്നു. ഒരു ദിവസം ഞാനും ഡേവും സബ് ഡിവിഷനിൽ നിന്ന് പോകുമ്പോൾ അടുത്ത വീട്ടിലെ ഒരാളെ കുറിച്ച് സംസാരിച്ചു. അയാളുടെ പേര് പോലും അറിയില്ല. അയാൾ വിവാഹിതനല്ല, മറ്റൊരു കാര്യവും അറിയില്ല. പക്ഷേ നിക്ഷേപത്തിനായി അയാൾ വീട് വാങ്ങിയതാണ് എന്നറിയാം. ഡേവും ഞാനും വീട് വാങ്ങുന്നതിനേക്കാൾ അയാൾക്ക് പണം വേറെ എന്തെങ്കിലും വിധത്തിൽ നിക്ഷേപിക്കാമായിരുന്നു എന്ന് സംസാരിച്ചു. അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ വീട് വാങ്ങില്ലായിരുന്നു, ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ പണം ചിലവാക്കില്ലായിരുന്നു, ഞാൻ പണം വേറെ എന്തെങ്കിലും നിക്ഷേപിക്കുമായിരുന്നു. ഞങ്ങൾ റോഡിന്റെ അവസാനമെത്തി. അപ്പോഴേക്കും പരിശുദ്ധാത്മാ ഒരു കാര്യം ഞങ്ങളെ ബോധ്യപ്പെടുത്തി. ആ യുവാവിന്റെ സാമ്പത്തിക നിലയെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുകയാണ് എന്ന്. അയാളുടെ മുഴുവൻ പേര് പോലും അറിയാത്ത ഞങ്ങൾ അയാളെ വിമർശിക്കുകയായിരുന്നു. താഴ്മയുള്ള ഒരാൾ മറ്റുള്ളവർക്ക് സേവ ചെയ്യും. അനുഗ്രഹിക്കപ്പെടുന്നതിന് പകരം മറ്റുള്ളവർക്ക് അനുഗ്രഹമാവാൻ അയാൾ ആഗ്രഹിക്കും. യോഹന്നാൻ 13 എടുത്ത് വായിച്ച് സ്വയം ചോദിക്കൂ, ഞാൻ ആരുടെയെങ്കിലും പാദങ്ങൾ കഴുകിയിട്ട് എത്ര കാലമായി? ഇതിന്റെ അർത്ഥം ഒരു പാത്രം വെള്ളമെടുത്ത് കാല് കഴുകണം എന്നതല്ല. ഇത് മറ്റുള്ളവർക്കായി ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്യുക എന്ന തത്വമാണ്.
യേശു എന്തുകൊണ്ടാണ് അവരുടെ കൈകൾ കഴുകാത്തത്? ഞാൻ അഴുക്ക് കാലുകൾ കഴുകുന്നതിനേക്കാൾ കൈകൾ കഴുകാൻ ഞാൻ ആഗ്രഹിക്കുക. കാലുകൾക്ക് സ്വതവേ അഴുക്കുണ്ടായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാവരുടെയും ചിന്ത അതായിരിക്കും. യോഹന്നാൻ 13 എത്ര പേർക്ക് മനസ്സിലായി? യേശു ഒരു ദാസന്റെ തൂവാലയെടുത്തു, തന്നെത്താൻ താഴ്ത്തി ശിഷ്യന്മാരുടെ അഴുക്ക് പറ്റിയ കാലുകൾ കഴുകി. രാജാധിരാജൻ, കർത്താധികർത്തൻ, മഹത്വത്തിന്റെ പ്രഭു ഒരു ദാസന്റെ തുണി ചുറ്റി മുട്ടുകുത്തി അവരുടെ കാലുകൾ കഴുകി. യേശു പറഞ്ഞു, ഞാനിതൊരു ഉദാഹരണമായി ചെയ്യുകയാണ്, ഇതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ മറ്റുള്ളവരുടെ കാലുകൾ കഴുകണം എന്ന്. എനിക്ക് 17 വാക്യവും ഇഷ്ടമാണ്. ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. നിങ്ങൾ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല. ചിലർ എന്തുകൊണ്ടാണ് സന്തോഷവാന്മാരായി ഇരിക്കാത്തതെന്ന് അറിയാമോ? അവർ ആരുടെയും കാലുകൾ കഴുകുന്നില്ല. അവരെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? അവർ താഴ്മ പരിശീലിക്കണം. കരുതിക്കൂട്ടി മറ്റുള്ളവർക്കായി എന്തെങ്കിലും ചെയ്യൂ. ഇത് നിങ്ങൾക്ക് ഒരിക്കലും രസിക്കാത്തതായിരിക്കാം, എന്നാൽ ഇത് മറ്റുള്ളവരെക്കാൾ നിങ്ങൾ ഏറ്റവും മികച്ചവരാണെന്ന് കരുതുന്ന അഹങ്കാരത്തിന്റെ മനോഭാവം ഇല്ലാതാക്കാൻ സഹായകമായിരിക്കും. ഒരു കാര്യം പറയട്ടെ, ഉദ്യോഗക്കയറ്റം കൂടുതൽ ലഭിക്കും തോറും ഈ മനോഭാവം ഉണ്ടാവാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കണം. ഒരു മേലധികാരി മറ്റുള്ളവരെല്ലാം തന്റെ കീഴിലാണെന്നും പല ജോലികളും ചെയ്യാൻ തങ്ങൾ വിധിക്കപ്പെട്ടവരല്ല എന്ന മനോഭാവം പുലർത്തുന്നു മോശമാണ്. എനിക്ക് വിശദമായിട്ടെല്ലാം പറയാനുള്ള സമയമില്ല. ദൈവം ഇതെൻ്റെ തൊണ്ടയിൽ കുത്തിയിറക്കി നിങ്ങൾക്ക് നൽകാൻ എന്നെ ബാധ്യസ്ഥയാക്കിയിരിക്കുകയാണ്. ദൈവം എന്നെ ഇത് പഠിക്കാനായി അതികഠിനമായ വഴിയിലൂടെ നടത്തി. ഞാനിത് വളരെ കഠിനമായിട്ടാണ് പഠിച്ചത്. നിങ്ങൾ മറ്റുള്ളവരെക്കാൾ മികച്ചവരാണെന്ന മനോഭാവം പുലർത്തിക്കൊണ്ട് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാനാവില്ല. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ കീഴടങ്ങുവിൻ. കാരണം മുകളിലേക്ക് പോകുന്നത് കൂടുതൽ വേഗതയിൽ തീർച്ചയായും താഴേക്ക് തിരിച്ചു വരും. ഈ മിനിസ്ട്രി കെട്ടിപ്പടുക്കാൻ വർഷങ്ങളോളം വേണ്ടി വന്നു. പക്ഷേ ഒരൊറ്റ ദിവസം കൊണ്ട് ഇതിന് താഴെ വീഴാനാവും. ഈ ശുശ്രൂഷ തുടർന്ന് നടത്താൻ ഞങ്ങൾക്ക് പണം വേണം. നിങ്ങളുടെ സഹകരണം ഇല്ലെങ്കിൽ 1 മാസം പോലും ഞങ്ങൾക്ക് നിലനിൽക്കാനാവില്ല. ഇത് സത്യമാണ്. നാം ഒരല്പം കൂടി ദൈവിക ഭയത്തോടെ ജീവിക്കണം. മറ്റുള്ളവരെ കുറിച്ച് അപഖ്യാതി പറയാൻ ഭയപ്പെടണം. ജനങ്ങളെ വേദനിപ്പിക്കാനും അവരോട് മോശമായി പെരുമാറാനും ഭയപ്പെടണം. നമുക്ക് കൂടുതൽ ദൈവിക ഭയവും ഭീതിയും ഉണ്ടാവണം. ദൈവം തന്റെ മക്കളെ സ്നേഹിക്കുന്നു. ജനങ്ങളോട് പൗരുഷമായി പെരുമാറുന്നത് അവന് ഇഷ്ടമല്ല. വേദപുസ്തകം പറയുന്നു, ഒരു ദൈവദാസനോട് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് 2-3 പ്രാവശ്യം ആലോചിക്കണമെന്ന്. എന്റെ അഭിഷിക്തനെ തൊടരുത്. നാം കാര്യങ്ങൾ കൂടിയാലോചിക്കേണ്ട സമയങ്ങളുണ്ട്, പറയേണ്ട സമയങ്ങളുമുണ്ട്. പക്ഷേ നാം അത് വളരെ കരുതലോടെ പറയണം. നാം പറയേണ്ടത് മാത്രമേ പറയാൻ പാടുള്ളൂ. തെറ്റായത് പറഞ്ഞ് രസിക്കരുത്. ആർക്കെങ്കിലും ഒരു ചെറിയ കുറ്റബോധം തോന്നുന്നുണ്ടോ? ഇനി 7-ാമത്തേത്, താഴ്മയുള്ള ഒരു വ്യക്തി വളരെ നന്ദിയുള്ളവനായിരിക്കും. ദൈവം നിങ്ങൾക്കായി എന്തെങ്കിലും പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോൾ ഒരുപക്ഷേ അത് മറ്റാരുടെയെങ്കിലും ആയിരിക്കും. ആദ്യം നിങ്ങൾ വളരെ നന്ദിയുള്ളവരും കൃതാർത്ഥരുമായിരിക്കും. പിന്നീട് ഒരല്പം കൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവർ ചെയ്തതിനൊന്നും നിങ്ങൾ നന്ദിയില്ലാത്തവരാകുന്നു. അവർ ഇനിയും ചെയ്യണം എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത് തെറ്റാണ്. അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് ദൈവത്തിന് നന്ദി പറയാതിരിക്കുന്നത് ശീലമാവരുത്. 8-ാമത്തേത്, താഴ്മയുള്ള ഒരാൾക്ക് സൗമ്യമായ മനോഭാവം ഉണ്ടാവും. പെട്ടെന്ന് മനസ്താപം ഉണ്ടാവും. അവർ ആരെങ്കിലും വേദനിപ്പിച്ചാൽ ഉടനെ ചെന്ന് എന്നോട് ക്ഷമിക്കണമെന്ന് പറയാൻ താമസിക്കില്ല. എന്നോട് ക്ഷമിക്കണം. അവർ തെറ്റ് ചെയ്താൽ അവരോട് ക്ഷമിക്കണമെന്ന് ഉടനെ ദൈവത്തോട് ചോദിക്കും. അവരുടെ മനസാക്ഷി മൃദുലമാണ്. 9-ാമത്തേത്, താഴ്മയുള്ള ഒരാൾ തൻ്റെ ബലഹീനതകൾ പെട്ടെന്ന് അംഗീകരിക്കുന്നു. എൻ്റെ തെറ്റുകളെക്കുറിച്ച് പറയുന്നത് ഒരിക്കലും എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. നമ്മുടെ ബലഹീനതകളെയും ബലത്തെയും കുറിച്ച് പറയുന്നത് ജനങ്ങളെ സഹായിക്കും എന്നെനിക്ക് തോന്നുന്നു. നാം ഏതൊക്കെയാണ് നന്നായി പ്രവർത്തിക്കുന്നത്, മോശമായി പ്രവർത്തിക്കുന്നത് ഏതൊക്കെയാണെന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ നമ്മോട് പങ്കിടാൻ അവർക്ക് സാധിക്കും. ഒടുവിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അതായത്, താഴ്മയുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ദൈവത്തിൻ്റെ ശാസന സന്തോഷത്തോടെ സ്വീകരിക്കുന്നതാണ്. ദൈവം തങ്ങളുടെ തെറ്റ് തിരുത്തണമെന്നും തങ്ങളുടെ തെറ്റെന്താണെന്ന് ദൈവം കാണിക്കണമെന്നും ആഗ്രഹിക്കും. 1 കൊരിന്ത്യർ 15:10 കൂടി വായിച്ച് അവസാനിപ്പിക്കാം. ഞാൻ ഈയിടെ ഈ വചനം വായിച്ചപ്പോൾ ഇതെനിക്ക് സുപരിചിതമാണെങ്കിലും ഞാൻ പറഞ്ഞുപോയി, വാ 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 വാ. ഈ മനോഭാവത്തോടെ എനിക്ക് ജീവിക്കാനാവും.
ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ സന്ദേശം നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഞാൻ ഇതിലേക്കായി പ്രസംഗിക്കും, കാരണം എനിക്കിത് അത്യാവശ്യമാണ്. എനിക്ക് ശക്തമായ വ്യക്തിത്വമുണ്ട്, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഞാൻ എപ്പോഴും കേൾക്കേണ്ടി വരും. കാരണം പെട്ടെന്ന് തെറ്റായ ദിശയിലേക്ക് ചലിക്കാൻ നാം പ്രേരിതരാകും. 1 കൊരിന്ത്യർ 15:10 നോക്കാം. ഇത് കേൾക്കൂ, പൗൽ പറഞ്ഞത് കേൾക്കാം. എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാൽ ആകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. മറ്റ് അപ്പോസ്തലന്മാരെക്കാൾ കൂടുതലായി ഞാൻ അധ്വാനിച്ചിരിക്കുന്നു. പക്ഷേ ഞാനല്ല യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നത്, പകരം എന്നിലുള്ള ദൈവത്തിൻ്റെ കൃപയാലത്രേ എനിക്കിത് ചെയ്യാൻ സാധിച്ചത്. ഇത് അത്ഭുതകരമല്ലേ? ദൈവത്തിൻ്റെ കൃപയാൽ ഞാനായിരിക്കുന്നു. അയാൾ പറഞ്ഞു, ദൈവം എനിക്ക് നൽകിയ കൃപ ഞാൻ പാഴാക്കാൻ പോകുന്നില്ല. ഞാൻ ആ കൃപ സ്വീകരിച്ച് കഠിനമായി അധ്വാനിച്ചിരിക്കുന്നു. ചിലപ്പോൾ നാം എന്തുമാത്രം കഠിനാധ്വാനം ചെയ്തു എന്ന് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കറിയാമോ, ഞാൻ 1 വർഷം മുഴുവനുമുള്ള എൻ്റെ കാലണ്ടർ പരിശോധിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് എന്നെക്കൊണ്ട് ഇതൊക്കെ സാധിച്ചതെന്ന് അത്ഭുതപ്പെടും. ദൈവം എന്നിലൂടെ പ്രവർത്തിക്കാതെയും എന്നെ ശക്തീകരിക്കാതെയും എനിക്ക് കൃപ നൽകാതെയും ഇരുന്നെങ്കിൽ ഒരിക്കലും ഇത് സാധ്യമാവില്ല. പൗലോസ് പറഞ്ഞത് എനിക്കിഷ്ടമായി. ദൈവകൃപയാൽ ഞാനാകുന്നു. അവൻ്റെ കൃപയാൽ ഞാൻ കഠിനമായി അധ്വാനിച്ചു. നിങ്ങൾ ഇപ്പോൾ കാണുന്ന എൻ്റെ പ്രവൃത്തികളെല്ലാം ചെയ്തത് ഞാനായിരുന്നില്ല. ദൈവം മറ്റൊരു വിധത്തിൽ അവൻ്റെ പ്രത്യക്ഷതയെ എന്നിലൂടെ കാണിച്ചതാണ്. ആമേൻ. വേദപുസ്തകം ഞാൻ വളച്ചൊടിക്കാതെ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് രാത്രി നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമെന്ന് നിശ്ചയമായി പറയാനാവുമോ? ദൈവത്തോടൊത്ത് നിങ്ങൾ എവിടെ ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്? യേശുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പ്രോഗ്രാമിൽ വെച്ച് ഇന്ന് നിങ്ങൾക്കത് തീർച്ചയായും ചെയ്യാം. യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവവുമായി വളരെ അടുത്ത ഒരു ബന്ധമുണ്ടാക്കാം. അവൻ നമ്മുടെ എല്ലാ പാപങ്ങൾക്കുമുള്ള വില നൽകി നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. നമുക്കായി അവൻ രക്തം ചിന്തി. അത് വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ദൈവവുമായി നേരെയാക്കപ്പെടാനാവും. എന്നിട്ട് ശാശ്വതമായ സുരക്ഷിതത്വം തീർച്ചയാക്കാം. ഞാൻ നിങ്ങളോട് സ്വയം ചോദിക്കാൻ ആവശ്യപ്പെടുന്നു, എനിക്ക് ദൈവവുമായി സമാധാനമുണ്ടോ? ഞാൻ സ്വർഗത്തിലേക്കാണ് പോകുന്നതെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് മാപ്പ് നൽകപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു? ജോയ്സ് എനിക്ക് ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാനാവില്ലെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഇപ്പോൾ നിങ്ങളെ എന്നോടൊത്ത് പ്രാർത്ഥിക്കാൻ വിളിക്കുകയാണ്. ഓർമ്മിക്കുക, നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഉടമ്പടി എടുക്കുകയാണ്. ദൈവത്തിന് നിങ്ങളുടെ ജീവിതം നൽകുന്നു, അവൻ തന്നെ നിങ്ങൾക്കും നൽകുന്നതാണ്. ഇതുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അദൃശ്യമാകുമെന്നല്ല, പക്ഷേ ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ സ്വയം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. കാരണം യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, പക്ഷേ ഭൂമിയുടെ അവസാനത്തോളം ഞാൻ നിങ്ങളോടൊത്തുണ്ടാവും. ഈ ഉടമ്പടി എടുക്കാൻ തയ്യാറാണെങ്കിൽ എന്നോടുകൂടി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കൂ. പിതാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. യേശുവേ, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു. അങ്ങ് എനിക്കായി മരിച്ചെന്ന് വിശ്വസിക്കുന്നു. എനിക്കായി അങ്ങ് രക്തം ചൊരിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു പാപിയാണെന്ന് എനിക്കറിയാം. എൻ്റെ പാപങ്ങൾക്കായി ഞാൻ സഹതപിക്കുന്നു. എനിക്ക് മാറാൻ ആഗ്രഹമുണ്ട്. യേശുവേ, ഞാൻ അങ്ങയെ എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. എൻ്റെ നീതിയായി അങ്ങയെ സ്വീകരിക്കുന്നു. അങ്ങയുടെ രക്തത്തിൽ എന്നെ കഴുകി ഒരു പുതിയ മനുഷ്യനാക്കണമേ. യേശുവിലൂടെ എനിക്ക് ദൈവവുമായി ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണെന്ന് വിശ്വസിക്കുന്നു. എന്നാലാവുന്നതെല്ലാം ഞാൻ പഠിക്കാൻ പോവുകയാണ്. അങ്ങനെ ദൈവമേ, ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കെ ജനങ്ങൾക്ക് അനുഗ്രഹമായി മാറും. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നാം വിശ്വാസത്തിലാണ്, കാഴ്ചയാലല്ല നടക്കുന്നതെന്ന് ബൈബിളിലുണ്ട്. നമ്മുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ല എന്നർത്ഥം. നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ചിലത് തോന്നിയിട്ടുണ്ടാവും. ഒരു ഭാരം ഒഴിഞ്ഞതുപോലെയുള്ള ആശ്വാസം അനുഭവപ്പെടുന്നുണ്ടാവും. വേറെ ചില വികാരങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഒന്നുമല്ല എന്ന് തോന്നിയിരിക്കാം. എന്നാൽ എൻ്റെ കൂടെ ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ യേശു നിങ്ങളുടെ ഉള്ളിൽ വസിക്കാനായി വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും മാറ്റങ്ങൾ കാണാൻ തുടങ്ങും.
പക്ഷെ നിങ്ങളിപ്പോൾ പഠിക്കണം, നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വാസിയായി വളരേണ്ടത് അത്യാവശ്യമാണ്. സ്ക്രീനിൽ ഒരു നമ്പർ നൽകിയിട്ടുണ്ട്. ഈ വളർച്ചയിൽ നിങ്ങളെ സഹായിക്കാനായി വേണ്ട വിവരങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കുവിൻ. നിങ്ങളുടെ ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാനും നിങ്ങളോടൊത്ത് പ്രാർത്ഥിക്കാനും വേറെ ഏതെങ്കിലും സംശയ നിവാരണങ്ങൾക്കുമായി ഞങ്ങളുടെ ഓപ്പറേറ്റർ കാത്തിരിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവരാജ്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയില്ല, ജോയ്സ് മേയർ മിനിസ്ട്രീസിൽ നിങ്ങളും ഒരു പ്രധാന വ്യക്തിയാണ്. ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു. മിനിസ്ട്രീസിലെ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. നാം ഒത്തുചേർന്ന് വിശക്കുന്നവർക്ക് ആഹാരവും വസ്ത്രവും ലോകത്തിന് സുവിശേഷവും നൽകുന്നു. നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകാൻ, ഈ മഹാസമ്മേളനത്തെക്കുറിച്ചറിയാൻ, യേശുക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തെ അറിയിക്കാൻ, അതിന് ഞങ്ങളോടൊത്ത് പങ്കാളികളാകാൻ ഞങ്ങളുമായി ബന്ധപ്പെടൂ. അല്ലെങ്കിൽ JMMindia.org ലോഗോൺ ചെയ്യൂ.